ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, പ്ലാന്റ് ആൻഡ് ഇറ്റ്സ് പാർട്സ്. സ്റ്റുഡൻസ് വിസിറ്റഡ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. They were amazed to see the new plants: pea, hibiscus, mango tree, bryophyllum, curry leaves, jasmine, kadaplavu, coconut tree, rose, etc. are the new plants. From which parts of the plant has the new plants sprouted out? Fill in the table suitably. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അവയുടെ ഏത് ഭാഗമാണ് മുളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. സീഡിൽ നിന്ന് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് കോക്കനട്ട് ട്രീ, പീ, മാംഗോ ട്രീ. ഇനി സ്റ്റെമ്മിൽ നിന്ന് ജാസ്മിൻ, ഹിബിസ്കസ്, റോസ്. ഇനി റൂട്ടിൽ നിന്ന് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് കറി ലീവ്സ് ആൻഡ് കടപ്ലാവ്. ലീഫ്, മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി. മാർക്ക് ട്രൂ ഓർ ഫോൾസ് അഗെയിൻസ്റ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. ഓൾ സീഡ്സ് ടേക്ക് ഈക്വൽ ടൈം സ്പാൻ ഫോർ സ്പ്രൗട്ടിംഗ്. മുളയ്ക്കുന്നതിന് എല്ലാ ചെടികൾക്കും ഒരേ സമയമാണ് വേണ്ടത്. ഫോൾസ്, തെറ്റാണത് അല്ലേ. പ്ലാന്റ്സ് ഗ്രോ വെൽ ഇൻ പ്ലേസ് വേർ ദർ ഈസ് മോർ സൺലൈറ്റ്. കൂടുതൽ സൂര്യപ്രകാശത്ത് നിൽക്കുന്ന ചെടികൾ നന്നായി വളരുന്നു. ട്രൂ, ശരിയാണ്. ലീഫ് സ്പ്രൗട്ട് ഫസ്റ്റ് വെൻ ദ സീഡ്സ് ജെർമിനേറ്റ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് ഇലയാണ്. ഫോൾസ്, തെറ്റാണ്. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഓൾ പ്ലാന്റ്സ് ആർ നോട്ട് ദ സെയിം. എല്ലാ സസ്യങ്ങളുടെയും വളർച്ച നിരക്ക് എന്ന് പറയുന്നത് ഒരുപോലെ അല്ല. ശരിയാണ് അല്ലേ. ഓരോ സസ്യങ്ങളുടെയും വളർച്ച വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ട്രൂ. ദ ഫ്രണ്ട്സ് ഇൻ 3rd സ്റ്റാൻഡേർഡ് were doing an experiment on the germination of pea seed. What would they have seen first? When the pea seed placed nearest to the side of the glass began to germinate. 3ാം ക്ലാസ്സിലെ കുട്ടികൾ പയറ് മുളയ്ക്കാനായി വെച്ചു ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ അവരെന്താണ് ആദ്യം കാണുക? ലീവ്സ് ജെർമിനേറ്റഡ് ഫ്രം ദ pea seed. Sprout came out from pea seed. The stem germinated from the pea seed. Fruits came out from the seed. അപ്പോൾ മുളച്ചു വരുമ്പോൾ ആദ്യം ഇലയാണോ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടാണോ ഫ്രൂട്ടാണോ എന്താണ് കാണുന്നത്? സ്പ്രൗട്ട് കെയിം ഔട്ട് ഫ്രം പീ സീഡ്. അതിൻ്റെ മുളയാണ് ആദ്യം കാണുന്നത് അല്ലേ. മെഷറിംഗ് റെയിൻഫോൾ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 days അറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ കരുളായി പഞ്ചായത്ത്. എ ടേബിൾ ഷോയിങ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ഈച്ച് ഏരിയ ഈസ് ഗിവൺ ബിലോ. കരുളായി പഞ്ചായത്തിലെ 4 ദിവസത്തെ മഴയാണ് ഓരോ പ്രദേശത്തെയും. അപ്പോൾ എവിടെയൊക്കെയാണ്? ഭൂമിക്കുത്ത്, വളംപുറം, മരുതങ്ങാട്, മുല്ലപ്പള്ളി. 24-ാം തീയതി പെയ്തത് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇനി 25-ാം തീയതി 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. 26-ാം തീയതി 2, 8, 5, 5. 27-ാം തീയതി 0, 10, 4, 9. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻഫോൾ? എവിടെയാണ്, ഏത് ഏരിയയിലാണ് കൂടുതൽ റെയിൻഫോൾ ഉണ്ടായിട്ടുള്ളത്? വളംപുറമാണ്. ടോട്ടൽ 24 സെൻറ്റിമീറ്റർ, 4 ദിവസത്തേതും കൂട്ടി. വിച്ച് ഏരിയ റിസീവ്ഡ് ലെസ് റെയിൻഫോൾ? കുറവുള്ളത് ഭൂമിക്കുത്ത്, ടോട്ടൽ 11 സെൻറ്റിമീറ്റർ. വിച്ച് ഏരിയ റിസീവ്ഡ് മോർ റെയിൻ ഓൺ ജൂൺ 25? ജൂൺ 25-ന് മാത്രം കൂടുതൽ മഴ പെയ്തത് ഏത് ഏരിയയിലാണ്? മരുതങ്ങാട്, 7 സെൻറ്റിമീറ്റർ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? റെയിൻ ഗേജ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ റെയിൻഫോൾ. റെയിൻ ഗേജ് എന്ന് പറയുന്നത് മഴ അളക്കാനുള്ള ഒരു ഉപകരണമാണ്. രണ്ടാമത്തേത്, ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റെക്കോർഡഡ് ഇൻ റെയിൻ ഗേജ് വിൽ ബി ദ സെയിം എവറി ഡേ. റെയിൻ ഗേജിൽ മഴ അളക്കുന്നത് എല്ലാ ദിവസവും തുല്യമായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഓൺലി ദ ഫസ്റ്റ് വൺ. റെയിൻ ഗേജ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ റെയിൻഫോൾ. സെക്കൻഡ് പറയുന്നത് ഫോൾസ് ആണ്. നോട്ട് ഡൗൺ ദ ഫിഗേഴ്സ് ഇൻ ദ റെയിൻ ഗേജ് സ്കെയിൽ. റെയിൻ ഗേജിൽ ഫിഗേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Ways of movement. A horse and a duck are debating about their body features and movements. What would have been their arguments? ഒരു ഹോഴ്സും ഒരു ഡക്കും
അവരുടെ ബോഡി മൂവ്മെൻറ്റിനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും ഒരു ആർഗ്യുമെൻ്റ് നടത്തി. എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഹോഴ്സ് പറയുന്നത് ക്യാൻ റൺ, എനിക്ക് ഓടാൻ കഴിയും. ഹാസ് 4 ലെഗ്സ്, 4 കാലുകളുണ്ട്. ക്യാൻ വാക്ക് ആൻഡ് ഗാലപ്പ്, നടക്കാനും അതുപോലെ തന്നെ ഓടാനും കഴിയും. ഇനി ഡക്ക് പറയുന്നത് ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ക്യാൻ സ്വിം ഇൻ വാട്ടർ, വെള്ളത്തിൽ നീന്താൻ കഴിയും. ഹാസ് വെബ്ഡ് ഫീറ്റ്, എനിക്ക് വെബ്ഡ് ആയിട്ടുള്ള കാലുകളാണ് ഉള്ളത്. Some friends are playing with cards having pictures of different animal body parts which they have to put in pocket chart. Draw lines to combine the cards with the correct pocket. അപ്പോൾ ഇതൊക്കെയാണ് എനിമൽസിൻ്റെ പിക്ചേഴ്സ്. അതിൽ പോക്കറ്റ് ചാർട്ട് തന്നിട്ടുള്ളത് കാർണിവേഴ്സ് ആൻഡ് ഹെർബിവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാർണിവേഴ്സിൽ വരുന്നത് ലയൺ, ഈഗിൾ, ടൈഗർ. ഹെർബിവേഴ്സിൽ തന്നിരിക്കുന്നത് ഹോഴ്സ്, കൗ. സെലക്ട് ദ കറക്റ്റ് വൺ. ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സർക്കിളാണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. വിനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ആൻ ആൽബം ബൈ കളക്ടിംഗ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് എനിമൽസ്. പുട്ട് എ സർക്കിൾ അറൗണ്ട് ദ ഡൊമസ്റ്റിക് എനിമൽസ്. Help them to write the name of each animal and arrange them in the given tables. അപ്പോൾ വിനുവും ഫ്രണ്ട്സും ഒരു ആൽബം ഉണ്ടാക്കുകയാണ്. എന്താണ്? ഡിഫറെൻ്റ് എനിമൽസിൻ്റെ പിക്ചർ എടുത്ത് ഒട്ടിച്ചിട്ട്, എന്നിട്ട് അതിൽ ഡൊമസ്റ്റിക് എനിമൽസിന് സർക്കിൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം. എനിമൽസ് ദാറ്റ് ആർ റൈസ്ഡ് അറ്റ് ഹോം, വീട്ടിൽ വളർത്തുന്നതും. എനിമൽസ് ദാറ്റ് ആർ നോട്ട് റേസ്ഡ് അറ്റ് ഹോം, വീട്ടിൽ വളർത്താത്തതും. എനിമൽസ് ദാറ്റ് ആർ റേസ്ഡ് അറ്റ് ഹോം, വീട്ടിൽ വളർത്തുന്നത് കാറ്റ്, കൗ, ഹെൻ, ഡോഗ്, ഗോട്ട്, ഡക്ക്. ഇതൊക്കെ തന്നെയാണ് ഡൊമസ്റ്റിക് എനിമൽസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി വളർത്താത്തത് ഏതൊക്കെയാണ്? ക്രോ, ലയൺ, എലിഫൻറ്റ്, ലിസാർഡ്, വുഡ്പെക്കർ, ഫ്രോഗ്. There are many creatures living around us if they are arranged from smallest to biggest in the order of size. Which of the given options is in the correct order? You can put tick mark or write it down. കുറച്ച് എനിമൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്, അല്ലേ? അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം, അവയുടെ സൈസ് അനുസരിച്ച്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് തന്നിട്ടുള്ള ആ സൈസ് ഓർഡർ എന്ന് പറയുന്നത്? ലിസാർഡിന് 1ഉം കൗവിന് 2ഉം ഹെന്ന് 3ഉം ആൻഡ് 4ഉം ആണ്. അപ്പോൾ ഇതിലേറ്റവും സ്മോൾ എന്ന് പറയുന്നത് ആരാണ്? ആൻഡ് ആണ്, അല്ലേ? അപ്പോൾ 4, പിന്നെ ലിസാർഡ്, അപ്പോൾ 4, 1, പിന്നെ 3 ഹെന്നാണ്. ലാസ്റ്റ് വരുന്നത് കൗ ആണ്. അപ്പോൾ ഈ കാണുന്ന കോളത്തിൽ അവയുടെ പേര് എഴുതണം. ആൻഡ്, ലിസാർഡ്, ഹെൻ, കൗ. ഇനി ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് എനി ക്രിയേച്ചർ ദാറ്റ് ഈസ് സീൻ ഇൻ ദ സോയിൽ. മണ്ണിൽ കാണുന്ന ഏതെങ്കിലും ക്രിയേച്ചറിൻ്റെ പേരെഴുതാനാണ്. 4 എണ്ണം എഴുതണം. അതിലെഴുതേണ്ടത് എർത്ത് വോം, ടെർമൈറ്റ്, ആൻഡ്, സെൻറ്റിപ്പേഡ്. ഈ 4 എണ്ണത്തിൻ്റെ പേരും നമുക്ക് എഴുതാം. മണ്ണിര, ചിതൽ, ഉറുമ്പ്, പഴുതാര. വൈ ഡു ദേ ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? അവർക്ക് എന്തിനായിരിക്കും ഡിഫറെൻറ്റ് പാർട്സ്? വി കാൺട്ട് സീ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്, ദെൻ വാട്ട് ആർ ദേ ഫോർ? ഒരു കുട്ടി ചോദിക്കുകയാണ്, നമുക്ക് റൂട്ട്സ് കാണാൻ കഴിയില്ലല്ലോ പ്ലാന്റ്സിൻ്റെ, പിന്നെ എന്തിനാണ് അത് എന്ന്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന കുട്ടി പറയുന്നത് എന്താണ്? റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. റൂട്ട്സ് ആണ് ആ പ്ലാന്റിനെ മണ്ണിൽ ഉറച്ചു നിർത്താൻ സഹായിക്കുന്നത് എന്ന്. ഐഡൻറ്റിഫൈ ദ വേരിയസ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻസ്. ഒരു പ്ലാന്റിൻ്റെ പാർട്സ് എഴുതണം, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും എഴുതണം. അപ്പോൾ ആദ്യം ലീഫാണ്. ഇറ്റ് മേക്സ് ഫുഡ് ഫോർ ദ പ്ലാന്റ്. ഇല ചെടികൾക്ക് ആഹാരം ചെയ്യാൻ സഹായിക്കുന്നു. സ്റ്റെം, ഇറ്റ് ക്യാരീസ് വാട്ടർ ടു ഓൾ പാർട്സ്. സ്റ്റെം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കുന്നു. റൂട്ട്, ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ബെനഫിറ്റ് ഓഫ് പ്ലാന്റ്സ്. ചിത്രം നോക്കി പ്ലാന്റിൻ്റെ ഗുണങ്ങൾ, ബെനഫിറ്റ്സ് എഴുതണം. ഗിവ്സ് ഷെയ്ഡ് ടു ക്രിയേച്ചേഴ്സ്. തണൽ നൽകുന്നു ജീവികൾക്ക്, ആദ്യത്തേത്. പ്രൊവൈഡ്സ് ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ്. ഭക്ഷണവും അതുപോലെ തന്നെ പഴങ്ങളുമൊക്കെ നൽകുന്നു. ഗിവ്സ് ഷെൽട്ടർ ടു ബേർഡ്സ്. പക്ഷികൾക്ക് ഷെൽട്ടർ, അതിന് താമസിക്കാനുള്ള വീടൊരുക്കുന്നു. പ്രൊവൈഡ്സ് ഫ്രഷ് ഓക്സിജൻ. ഓക്സിജൻ നൽകുന്നു. പ്യൂരിഫൈസ് ദ എയർ. എയർ ശുദ്ധീകരിക്കുന്നു. ഗിവ്സ് മെഡിസിൻസ് ആൻഡ് വുഡ്. മരുന്നും അതുപോലെ തന്നെ
മരം, വിറക് ഇതെല്ലാം നൽകുന്നു. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രണ്ട്സ് ആർ ബിസി വിത്ത് കളറിംഗ് ഫ്ലവേഴ്സ്. ഹെൽപ്പ് ദം ടു കളർ ഇറ്റ് സ്യൂട്ടബിളി. ഫ്രണ്ട്സിന് ഈ ഫ്ലവേഴ്സിന് ഒന്ന് കളർ കൊടുക്കാൻ നിങ്ങൾ സഹായിക്കണം. ഹൗ ഡു ഫ്ലവേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ, റൈറ്റ് ഇറ്റ് ഡൗൺ. അതുപോലെ തന്നെ ഓരോ പൂവും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് അതൊന്ന് എഴുതൂ. ആസ് സിംഗിൾ ആൻഡ് ആസ് ബഞ്ച്. ചിലത് ഒറ്റയായിരിക്കും, ചിലത് കൂട്ടമായിരിക്കും. സിംഗിളായിരിക്കും അല്ലെങ്കിൽ ബഞ്ച് കൂട്ടമായിരിക്കും. പിന്നെ ബൈ കളർ, ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. ബൈ സ്മെൽ, ഫ്രാഗ്രൻ്റ് ആൻഡ് ഓർഡർലെസ്, മണമുള്ളതും മണമില്ലാത്തതും ഉണ്ടായിരിക്കും. ബൈ ഷേപ്പ്, ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ്, വിവിധ തരത്തിലുള്ള പൂക്കളുണ്ടായിരിക്കും അല്ലേ. ബൈ സൈസ്, ബിഗ് ആൻഡ് സ്മോൾ, ചിലത് വലുതും ചിലത് ചെറുതുമായിരിക്കും. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആദ്യത്തേതും മൂന്നാമത്തേതുമാണ് പൂവിടുന്ന ചെടികൾ. ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. രണ്ടാമത്തേതും മൂന്നാമത്തേതും പൂവുകൾ ഉണ്ടാകാത്ത ചെടികളാണ്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആദ്യത്തേതും നാലാമത്തേതും പൂക്കൾ ഉണ്ടാവാത്ത ചെടികളാണ്. അതുപോലെ തന്നെ ദ സെക്കൻഡ് ആൻഡ് ദ ഫോർത്ത് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. രണ്ടാമത്തേതും നാലാമത്തേതുമാണ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ. അപ്പോൾ ഏതായിരിക്കും ഇതിൽ കറക്റ്റ്? ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെടികൾ പൂക്കാത്തവയാണ്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതാണ് എടുത്തെഴുതേണ്ടത്. The body parts of some organisms are shown in the pictures. Identify the organisms and write its names. ചില ജീവികളുടെ ബോഡി പാർട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവ ഏതാണ് എന്ന് കണ്ടെത്തി അവയുടെ പേര് എഴുതണം. ആദ്യത്തേത് വുഡ് പെക്കർ, മരം കൊത്തി. രണ്ടാമത്തേത് പീക്കോക്ക്, മയിൽ. മൂന്നാമത്തേത് ഡക്ക്, താറാവ്. നാലാമത്തേത് സീബ്ര. മാച്ച് ദം. സീ ഹോഴ്സ്, സീ കുക്കുംബർ, സീ ഹെഡ്ജ് ഹോഗ്, ബ്ലൂ വെയിൽ. അവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് കണ്ടെത്തി എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. സീ ഹോഴ്സ്, കടൽ കുതിര അല്ലേ. ഹെഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹോഴ്സ്. തല ഒരു കുതിരയുടെ പോലെയുള്ളതാണ് സീ ഹോഴ്സ്. സീ കുക്കുംബർ, കുക്കുംബർ ഷേപ്ഡ് സീ എനിമൽ. കുക്കുംബറിൻ്റെ പോലെയുള്ള ഒരു എനിമലാണ്, സീ എനിമലാണ് സീ കുക്കുംബർ. സീ ഹെഡ്ജ് ഹോഗ്, എ ബോൾ ഷേപ്ഡ് സീ എനിമൽ വിത്ത് തോണി സ്പൈൻസ് ഓൾ ഓവർ ദ ബോഡി. ബോഡി മുഴുവൻ മുള്ളുകളുള്ള ഒരു ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സീ എനിമലാണ് സീ ഹെഡ്ജ് ഹോഗ്. ബ്ലൂ വെയിൽ, ദ ബിഗ്ഗസ്റ്റ് എനിമൽ ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. ഫൈൻഡ് ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അവയുടെ മൂവ്മെൻറ്റിന് അനുസരിച്ച്. കൗ, കാറ്റ്, ഫ്രോഗ്, ടൈഗർ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഫ്രോഗാണ്. എന്തുകൊണ്ടാണ്? കൗ, കാറ്റ് ആൻഡ് ടൈഗർ വാക്ക് ഓൺ 4 legs വൈൽ എ ഫ്രോഗ് മൂവ്സ് ബൈ ഹോപ്പിംഗ് ഓർ ലീപ്പിംഗ്. ബാക്കിയുള്ള ജീവികളെല്ലാം നടന്നിട്ടാണ് 4 കാല് വെച്ചിട്ട് അല്ലേ, കൗ, കാറ്റ്, ടൈഗർ. പക്ഷേ ഫ്രോഗ് മാത്രം ചാടി ചാടിയാണ് പോകുന്നത്. The butterflies in our locality have different names. Write the names of a butterfly you have seen. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ. നിങ്ങൾക്കറിയുന്ന ഒരു ബട്ടർഫ്ലൈയുടെ പേര് എഴുതണം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്ലെയിൻ ടൈഗർ. ഹാവിൻ യു ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ? ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ലൈഫ് സൈക്കിൾ എഴുതാനാണ് ബട്ടർഫ്ലൈയുടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇതിലും ചോദിച്ചിട്ടുണ്ട്, ആദ്യത്തേലും ചോദിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. Children brought some plans to expand the butterfly park in the school. Help Mitra prepare the Harida card gathering information of ഇലമുളച്ചി ആൻഡ് കറി ലീഫ് പ്ലാന്റ്സ്. അപ്പോൾ ഒരു ഹരിത കാർഡ് ഉണ്ടാക്കാൻ മിത്രയെ സഹായിക്കണം. ഏതിൻ്റെയൊക്കെയാണ്? ഇലമുളച്ചിയുടെയും കറി ലീവ്സിൻ്റെയും. അപ്പോൾ ഇലമുളച്ചിയുടെ കാർഡ് എഴുതാം. മിറാക്കിൾ ലീഫ് പ്ലാന്റ്. കാറ്റഗറി, ഇത് ഏത് കാറ്റഗറിയിലുള്ളതാണ്? ഹെർബാണ്. പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, ഏതാണ് മുളയ്ക്കുന്നത്? ലീഫ് ബഡ്സ് ആണ്, ഇലയാണ് അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇലയുടെ പ്രത്യേകതകൾ? തിക്ക്, ഫ്ലഷി വിത്ത് പ്ലാന്റ് ബഡ്സ് ഓൺ ദ എഡ്ജസ്. തടിച്ച്
നല്ല കട്ടിയുള്ള ഫ്ലഷി ആയിട്ടുള്ള ഇലകളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജസിൽ പ്ലാന്റ് ബഡ്സും ഉണ്ടായിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം: സോഫ്റ്റ്, ഗ്രീൻ ആൻഡ് ഫ്ലഷി. ഇനി കറി ലീഫ് പ്ലാന്റിൻ്റെത് ശ്രബാണ്. അതുപോലെ തന്നെ പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. എങ്ങനെയാണ് മുളയ്ക്കുന്നത്? സീഡ്സ് ഓർ സ്റ്റെം കട്ടിങ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്: സ്മോൾ, ഷൈനി ഗ്രീൻ ആൻഡ് ഫ്രാഗ്രൻറ്റ്. ചെറിയ മണമുള്ള പച്ചക്കളറിലുള്ള ഇലയാണ്. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം: വുഡി, ബ്രൗൺ വിത്ത് ന്യൂമറസ് ബ്രാഞ്ചസ്. ബ്രൗൺ കളറിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതായിരിക്കും അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത്. ഡ്രോ ലൈൻസ് ആൻഡ് കണക്ട് ദ ക്രിയേച്ചേഴ്സ് വിത്ത് ദെയർ വേസ് ഓഫ് മൂവ്മെൻറ്റ്. സഞ്ചരിക്കുന്നതിന് അനുസരിച്ച് ഓരോ ക്രിയേച്ചേഴ്സിനെയും വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേക്ക്, എങ്ങനെയാണ് പാമ്പ് പോകുന്നത്? ക്രൗൾ, ഇഴഞ്ഞിട്ടാണ് പോകുന്നത്. ഫിഷ്, സ്വിം. മാൻ, വാക്ക്. ക്രോ, ഫ്ലൈ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ. റൈറ്റ് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദ ഡക്ക് ആൻഡ് ദ ചൈൽഡ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പോൾ ഡക്കിൻ്റേത് വെബ്ഡ് ഫീറ്റ് ആൻഡ് വിങ്സ്. വെബ്ഡ് ഫീറ്റും ചിറകുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണത് മൂവ് ചെയ്യുന്നത്. എന്നാൽ ആ കുട്ടി മൂവ് ചെയ്യുന്നത് ലെഗ്സ്, കാലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒബ്സർവ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ആൻഡ് സർക്കിൾ ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. തന്നിരിക്കുന്ന ക്രിയേച്ചേഴ്സിൽ ഓഡ് വൺ, ഒറ്റയായത് സർക്കിൾ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ആൻറ്റ്, അതുപോലെ തന്നെ ക്രൊക്കഡൈൽ, എലിഫൻറ്റ്, കൗ. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് ക്രൊക്കഡൈലാണ്. കാരണം ഇവ എങ്ങനെയാണ്? ബാക്കിയുള്ളതൊക്കെ വാക്ക് ചെയ്യുന്നു, പക്ഷേ ക്രൊക്കഡൈൽ മാത്രം ക്രൗൾ ചെയ്തിട്ടാണ് പോകുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ്. ഒബ്സർവ് ദ പിക്ചർ. പിക്ചർ ഒന്ന് നോക്കൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു പിക്ചർ തരും നമുക്ക്. എന്നിട്ട് ആ പ്ലാന്റിനെ കുറിച്ച്, പ്ലാന്റ് തരുന്ന ബെനഫിറ്റ്സ് എഴുതാൻ തരും. അപ്പോൾ എന്തൊക്കെയാണ്? ഗിവ് ഷെൽട്ടർ ഫോർ ബേർഡ്സ് ആൻഡ് എനിമൽസ്. ബേർഡ്സിനും അതുപോലെ തന്നെ എനിമൽസിനും വാസസ്ഥലം, താമസിക്കാനുള്ള സ്ഥലം ഒരുക്കുന്നു. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് മെഡിസിൻ. ഭക്ഷണവും മരുന്നും നൽകുന്നു. ഹെൽപ്സ് ടു ഗെറ്റ് എ പ്യുവർ എയർ. ശുദ്ധമായ വായു നൽകുന്നു. റിലീസ് ഓക്സിജൻ ഫോർ എനിമൽസ് ടു ബ്രീത്ത്. മൃഗങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ നൽകുന്നു. റീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ എക്സ്പാൻഡിങ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഫോർ ദിസ് ദേ പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ പാർക്ക്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ചെടികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? റോസ്, മുക്കുറ്റി, ഹിബിസ്കസ്, മാംഗോ ട്രീ, പ്ലാന്റെയിൻ, തുമ്പ, ജാക്ക് ഫ്രൂട്ട് ട്രീ, തുളസി, ബനിയൻ ട്രീ, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. എങ്ങനെയാണ്? Help them categorize these plants. Write also the criteria in the relevant columns. അപ്പോൾ ക്രൈറ്റീരിയ തരംതിരിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് ഹെർബ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് എന്തായിരിക്കും? സ്hrubsഉം പിന്നെ ട്രീസും ആയിരിക്കും അല്ലേ? ഹിബിസ്കസ് ഒരു shrubബാണ്, ബനിയൻ ട്രീ ഒരു ട്രീ ആണ്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഹെർബ്സ് എന്ന് പറയുന്നത് മുക്കുറ്റി, തുമ്പ, പ്ലാന്റെയിൻ. shrubs റോസ്, ഹിബിസ്കസ്, തുളസി. ട്രീസ് എന്ന് പറയുന്നത് മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ബനിയൻ ട്രീ. ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് ഗ്രോ. കുറച്ച് പ്ലാന്റ്സും അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെയാണ് മുളയ്ക്കുന്നത്? ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഫ്രം സ്റ്റെം, അതുപോലെ തന്നെ ലീവ്സിൽ നിന്ന്, റൂട്ട്സിൽ നിന്ന്, അങ്ങനെ മുളയ്ക്കുന്ന പുതിയ പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അതെല്ലാം ടിക്കിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? റോസ് എങ്ങനെയാണ്? സ്റ്റെമ്മിൽ നിന്നാണ്. മാംഗോ ട്രീ വരുന്നത് സീഡിൽ നിന്നാണ്. നിശാഗന്ധി വരുന്നത് സ്റ്റെമ്മ്. പീ വരുന്നത് സീഡ്. അതുപോലെ തന്നെ നിലപ്പന വരുന്നത് സ്റ്റെമ്മ്. കടപ്ലാവ് വരുന്നത് റൂട്ടിൽ നിന്ന്. ഹിബിസ്കസ് വരുന്നത് സ്റ്റെമ്മിൽ നിന്നാണ്. ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നമ്മളോട് ഫൈൻഡിങ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതാം? സം പ്ലാന്റ്സ് ആർ ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ്. Some plants are sprouting from the stem. Some plants are uprooting from the leaves. Some plants are sprouting from the roots. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് ഒരു പി ഇങ്ങനെ മുളച്ചു വരുന്നതാണ് നമ്മൾ ടിക്ക് ഇടേണ്ടത്. അപ്പോൾ ഏതായിരിക്കും തന്നിട്ടുള്ളതിൽ? ഫസ്റ്റ് വണ്ണാണ് കറക്റ്റായിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ അതിന് ടിക്ക് ഇടണം. Food fest is going on in the forest. Mittu Mangi prepared a list of food items eaten by different creatures. Look at the table. അപ്പോൾ ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റിൽ.
അപ്പോൾ ഓരോ എനിമൽസിനും ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെയർ ഫ്രൂട്ട്സ്, സ്മോൾ ക്രിയേച്ചേഴ്സ്, എലിഫൻറ്റ് ഗ്രാസ്, ഫ്രൂട്ട്സ്, ഈഗിൾ മീറ്റ്, ഫിഷ്, ക്രോ മീറ്റ്, ഫ്രൂട്ട്സ്, ടൈഗർ മീറ്റ്, ഡിയർ ഗ്രാസ്. ഇങ്ങനെ food items for the creatures were arranged in 3 counters. From which counters should the creatures get their food? Complete the table. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഓരോരുത്തരും കഴിക്കുന്നത്. അതിനായിട്ട് 3 കൗണ്ടറാണ് വെച്ചിരിക്കുന്നത്. ഹെർബിവേഴ്സ് കൗണ്ടർ, കാർണിവേഴ്സ് കൗണ്ടർ ആൻഡ് ഒംനിവേഴ്സ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഓരോ എനിമൽസിനും എവിടെ ചെന്നാലാണ് ഫുഡ് കിട്ടുക എന്ന് എഴുതണം. അപ്പോൾ ഹെർബിവേഴ്സ് എന്ന് പറയുന്നത് എലിഫൻറ്റും ഡിയറും ആണ്. കാർണിവേഴ്സ് ഈഗിൾ, ടൈഗർ. ഒംനിവേഴ്സ് എന്ന് പറയുന്നത് ബെയർ, ക്രോ. Mittu and the team served the food items in the counters based on the body features of the creatures. What are the body features which help the following creatures in gathering food? മിട്ടുവും അതുപോലെ തന്നെ അതിൻ്റെ ടീമും ഭക്ഷണം വിളമ്പുന്നത് ഓരോരുത്തരുടെയും ബോഡി ഫീച്ചർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ടൈഗറിന് ഉള്ള ബോഡി ഫീച്ചർ എന്താണ്? ഭക്ഷണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈഗിളിൻ്റെ ബോഡി ഫീച്ചർ എന്തായിരിക്കും? ടൈഗറിന് ഷാർപ്പ് പോയിൻറ്റഡ് ടീത്താണ്, വളരെ മൂർച്ചയേറിയ പല്ലുകളുണ്ട്, കാരണം മീറ്റൊക്കെ കഴിക്കാനായിട്ട് അല്ലേ. ഈഗിളിനോ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, നല്ല വളഞ്ഞ നഖങ്ങളും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ബീക്ക്, ചുണ്ടുകളുമൊക്കെ ഈഗിളിനുണ്ട്. അതിനും മാംസമൊക്കെ ഇങ്ങനെ പിച്ച് കീറി കഴിക്കണം അല്ലേ. പുട്ട് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ഫ്രോഗ്. ഫ്രോഗിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിവ്സ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. ഫ്രോഗ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു, അപ്പോൾ അത് കറക്റ്റാണ്. ഈറ്റ് സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളെ കഴിക്കുന്നു, അത് ശരിയാണ്. കനോട്ട് ക്യാച്ച് പ്രേ സ്ട്രോക്കിംഗ് ഔട്ട് ദ സ്റ്റിക്കി ടങ്. നാവ് ഉപയോഗിച്ച്, ഒട്ടിപ്പിടിക്കുന്ന നാവ് ഉപയോഗിച്ച് ഭക്ഷണം ഇരയെ പിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കഴിയും അല്ലേ. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതിന് ക്രോസ് മാർക്ക് ഇടണം. അതുപോലെ തന്നെ ക്യാൻ സ്വിം ആൻഡ് ജമ്പ്, ചാടാനും അതുപോലെ തന്നെ നീന്താനും കഴിയും, അപ്പോൾ അത് കറക്റ്റാണ്. നീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് എ റെയിൻ ഗേജ് ടു മെഷർ റെയിൻഫോൾ. Which materials are to be selected from those given below to make a rain gauge? നീനയും ഫ്രണ്ട്സും ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടത്? ഫണൽ, ഗ്ലാസ്, സ്കെയിൽ, ഇത്രയുമാണ് ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ നിന്ന് നമുക്ക് വേണ്ടത് അല്ലേ. ഡ്രോ ദ പിക്ചർ ഓഫ് എ റെയിൻ ഗേജ്. ഒരു റെയിൻ ഗേജിൻ്റെ ചിത്രം വരയ്ക്കണം. അതുപോലെ തന്നെ വേർ ക്യാൻ വി ഫിക്സ് ദ റെയിൻ ഗേജ് ടു മെഷറിംഗ് റെയിൻഫോൾ. പുട്ട് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. എവിടെയാണ് നമ്മളൊരു റെയിൻ ഗേജ് സ്ഥാപിക്കുക? അണ്ടർ ദ ട്രീ, ഒരു മരത്തിനടിയിൽ. ഇൻ എൻ ഓപ്പൺ പ്ലേസ്, തുറന്നൊരു സ്ഥലത്ത്. ഓൺ എ പ്ലേസ് വേർ വാട്ടർ ഫോൾസ് ഫ്രം ദ റൂഫ്, വീട്ടിൻ്റെ റൂഫിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത്. അവിടെയാണോ? അല്ല, ഇൻ ആൻ ഓപ്പൺ പ്ലേസ്, തുറന്ന ഒരു സ്ഥലത്താണ് റെയിൻ ഗേജ് വെക്കേണ്ടത്. എന്നാലാണ് കറക്റ്റ് റെയിൻഫോൾ നമുക്ക് കിട്ടും.